ഈ ഓണപ്പരീക്ഷ അത് നമ്മളെന്തായാലും തൂക്കിയിരിക്കും മക്കളെ. അത് നമുക്കുള്ള പരീക്ഷ നോക്കിയാലോ. കഴിഞ്ഞ കൊല്ലത്തെ കുറച്ച് എന്ത് ചെയ്യാം, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് നോക്കാം. ഓണപരീക്ഷൻ്റെ അപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. സമ്മേറ്റീവ് അസസ്മെൻറ്റ് ടേം 1 എന്നാണ്. കഴിഞ്ഞ വർഷം സർക്കാർ തന്നെ ഇറക്കിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകും. ഇതെന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി 1A ആണ്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. വിനു ആൻഡ് ഫ്രണ്ട്സ് ആർ പ്രിപ്പയറിംഗ് എ മാഗസിൻ ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് എന്ന തലക്കെട്ടിൽ വിനുവും കൂട്ടുകാരും എന്ത് ചെയ്യാണ്, ഒരു മാഗസിൻ തയ്യാറാക്കുകയാണ്. കളർ ദ ബബിൾ ഇൻസൈഡ് ദ പിക്ചർ ബേസ്ഡ് ഓൺ ദെയർ ഹാബിറ്റാറ്റ്. അല്ലേ, അവരുടെ ഹാബിറ്റാറ്റിനനുസരിച്ച് അല്ലേ, ഓരോ പൂവിൻ്റെ അല്ലെ ഓരോ പിക്ചറിൻ്റെയും ഇടയിൽ ഒരു ബബിൾ കണ്ടോ, അതിൽ കളർ ചെയ്യാനാണ് പറയുന്നത്. അല്ലേ, യൂസ് റെഡ് കളർ ഫോർ സീറോഫൈറ്റ്സ് ആൻഡ് ബ്ലൂ കളർ ഫോർ അക്വാറ്റിക് പ്ലാന്റ്സ്. അല്ലേ, സീറോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മരുരൂഹങ്ങളല്ലേ, അഥവാ മരുഭൂമിയിൽ കാണുന്ന പ്ലാന്റ്സ്, അതിനെന്ത് ചെയ്യണം, റെഡ് കളർ കൊടുക്കണം. അല്ലേ, അക്വാറ്റിക് ആണ്, വെള്ളത്തിൽ കാണുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, നീല കളറും കൊടുക്കണം. ആർക്കാ വയ്ക്കാത്ത എളുപ്പം അല്ലേ. ഒന്നാമത് നോക്കൂ, കള്ളിച്ചെടിയാണ് അല്ലേ, കാക്ടസിന് അപ്പോൾ മരുരൂഹമാണ് അല്ലെ, സീറോഫൈറ്റ് ആണ്, ഏതാണ്, റെഡ് കൊടുക്കാം. രണ്ടാമത്തെ ഏതാണ്, നമ്മൾ ലോട്ടസ് അല്ലെങ്കിൽ ആമ്പൽ എന്നൊക്കെ പറയാം അല്ലേ, ഏതാണ്, ബ്ലൂ കളർ കൊടുക്കാം. മൂന്നാമത്തെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, മരുഭൂമിയിലുള്ള ഒരു ചെടിയാണ്, അതെന്തായിരിക്കും, റെഡ് കളർ. നാലാമത്തത് എന്താണ്, ഒരു ആമ്പൽ പോലെ, വാട്ടർ ലില്ലി പോലെ ഒന്നാണ് അല്ലേ, അതെന്തായിരിക്കും, നീല കളർ കൊടുക്കാം. ഓക്കെ, അഞ്ചാമത്തെ നമുക്കറിയാം മരുഭൂമിയിൽ കാണുന്ന മറ്റൊരു ചെടിയാണ് അല്ലേ, അതിന് നമുക്ക് എന്ത് ചെയ്യാം, റെഡ് കളർ കൊടുക്കാം. അവസാനത്തെ നമ്മളെന്താണ്, നമ്മളെ കുളവാഴ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിലൊക്കെ വെള്ളത്തിൽ കാണുന്നതാണ് അല്ലേ, അതെന്തായിരിക്കും, നീല കളർ, ബ്ലൂ കളർ. ഓക്കെ, വെരി സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇനി നമുക്ക് ഇതിൽ തന്നെ ബി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിഷസ് ഹാവ് എ ബോഡി ഷേപ്പ് സ്യൂട്ടബിൾ ഫോർ മൂവിങ് ഇൻ വാട്ടർ. അല്ലേ, നമുക്കറിയാം മീനുകൾക്ക് എന്തുണ്ട്, അവരുടെ ബോഡി ഷേപ്പ് വെള്ളത്തിൽ ശരിക്കും മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബോഡി ഷേപ്പ്. ഓക്കെ, ഫ്രം ദ ടേംസ് ഗിവൺ ബിലോ സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ റിലേറ്റഡ് ടു മൂവ്മെന്റ് ഓഫ് ഫിഷ് ഇൻ വാട്ടർ. അല്ലെ, താഴെയുള്ളതിൽ നിന്ന് എന്ത് ചെയ്യണം, മീനിൻ്റെ മൂവ്മെന്റ് കൃത്യമാകുന്നത് അല്ല, അതിൻ്റെ ഒരു പ്രത്യേകത ഏതാണെന്ന്, മൂവ്മെന്റിനും വേണ്ടിയിട്ടുള്ള പ്രത്യേകത ഏതാണെന്ന് കണ്ടെത്താനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഷേപ്പ് ഓഫ് ഫിഷ് ടെയിൽ ഫിൻ. അല്ലെ, ഷേപ്പ് ഓഫ് ഫിഷ് അഥവാ മീനിന്റെ ആകൃതി. തീർച്ചയായും അല്ലെ, മീനിന്റെ ആകൃതി നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്, കൂർത്ത ആകൃതിയാണ് അല്ലെ, അത് കാരണം വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, വെള്ളത്തിൽ നീന്താൻ പറ്റും. ടെയിൽ ഫിൻ എന്താണ്, വാൽച്ചിറക്. അല്ലെ, വാലുമുള്ള ചിറക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് നീന്താൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെന്താണ്, ശരിയാണ്. രണ്ട്, ഗില്ല് കളർ. അല്ലെ, കളറും ഗിൽസും. അല്ലെ, ഗിൽസ് എന്തിനാണ്, നമ്മൾ അവരെ ശ്വസിക്കാൻ സഹായിക്കുന്നതാണ് അല്ലെ. കളർ എന്തെങ്കിലും കാര്യമുണ്ടോ, ഇല്ല. ഓക്കെ, അവർക്ക് പല നിറത്തിലുള്ള അവരുടെ ആകർഷണീയതയാണ് അല്ലെ. മൂന്ന്, സീ വാട്ടർ റിവർ വാട്ടർ. അല്ലെ, സീ വാട്ടർ റിവർ വാട്ടർ ഏതായാലും അവർക്ക് എന്താണ്, സെയിം ആണ്, നോ പ്രോബ്ലം. നാല്, സ്ലിപ്പറി ബോഡി ഫിൻസ്. അല്ലെ, സ്ലിപ്പറി ബോഡി എന്ന് പറഞ്ഞാൽ എന്താ, വഴുവഴുപ്പുള്ള ശരീരമായിരിക്കും അല്ലെ, അപ്പോൾ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, വെള്ളത്തിൽ തെന്നി നീങ്ങാൻ പറ്റും. പിന്നെന്താണ്, ഫിൻസ്. അല്ലെ, അതിൻ്റെ ചിറകുകൾ. അല്ലെ, ചിറകുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അതിന് വേഗത്തിൽ നീന്താനും സാധിക്കും അല്ലെ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി, 1ഉം 4ഉം സ്റ്റേറ്റ്മെന്റുകളാണ് എന്ത് ഇതിൽ ശരിയായിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ബിയിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. താഴെയുള്ളതിൽ നിന്ന് ഒറ്റയാനെ കണ്ടെത്തി താഴെയുള്ള ബോക്സിൽ എഴുതാനാണ് പറയുന്നത് അല്ലെ. ഫോറസ്റ്റ് ഉണ്ട്, പോണ്ട് ഉണ്ട്, സീ ഉണ്ട്, ഡെസേർട്ട് ഉണ്ട് അല്ലെ. നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും, ഫോറസ്റ്റ് വലുതാണ് അല്ലെ, പക്ഷെ പോണ്ടോ അത് ചെറുതാണ് അല്ലെ. സിയും വലുതാണ്. ഡെസേർട്ട് അല്ലെ, മരുഭൂമി, അതും വലുതാണ് അല്ലെ. അപ്പൊ ഏതായിരിക്കും ഒറ്റയാനായിട്ടുണ്ടാവുക, പോണ്ടാണ് അല്ലെ. ഇനി അതേപോലെ തന്നെ വേറെ രീതിയിൽ ഒറ്റയാനെ കണ്ടെത്താം. എന്താണ്, ഫോറസ്റ്റ് കൂടുതലായിട്ട് എന്താണ്, പ്രകൃതിദത്തമായി നാച്ചുറൽ ആയിട്ടുള്ള സംഗതിയാണ് അല്ലെ, അഥവാ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നതാണ് അല്ലെ. പോണ്ട് മനുഷ്യനും ഉണ്ടാക്കും, എന്ത് ചെയ്യും, നാച്ചുറൽ ആയിട്ടും ഉണ്ടാവും അല്ലെ. സീ നാച്ചുറലാണ്, ഡെസേർട്ടും നാച്ചുറലാണ് അല്ലെ. അപ്പൊ അതിലും എന്താണ്, പോണ്ടാണ് ഓട് വണ്ണായിട്ട് അല്ലെങ്കിൽ ഒറ്റയാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ സീൻ്റെ ഉത്തരം എന്താണ്, ബി, പോണ്ട്. ഇനി നമുക്ക് ആക്ടിവിറ്റി 1ൽ തന്നെ രണ്ടാമത്തെ ചോയ്സ് ആയ ഓപ്ഷൻ ബിയിലേക്ക് ഒന്ന് പോവാം. എന്താണ്, ഓർഗാനിസംസ് ആൻഡ് സർവൈവൽ. അല്ലെ, ജീവികളും അവരുടെ സർവൈവൽസും ആണ് എന്ത് ചെയ്യണത് ഇതിൽ നമ്മൾ എഴുതേണ്ടത്.
ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഹാവ് ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദം ടു സർവൈവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെൻറ്റ്. അല്ലേ, ജീവികൾക്ക് എന്തുണ്ട്, അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ, പരിസ്ഥിതിയിൽ അതിജീവിക്കാൻ കഴിയുന്ന ബോഡി ഫീച്ചേഴ്സ് ഉണ്ട്. അല്ലേ, നോട്ട് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് ദാറ്റ് എനേബിൾ ദം ടു ലിവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെൻറ്റ്. അല്ലേ, ഇവരെ ഇത്തരം സ്പെസിഫിക് എൻവയോൺമെൻറ്റിൽ ജീവിക്കാൻ സഹായിക്കുന്ന അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് താഴെയുള്ള ജീവികളുടെ എന്ത് ചെയ്യണം, നമ്മളൊന്ന് എഴുതി കൊടുക്കണം. ആരൊക്കെയുണ്ട്? ക്യാമലും ഉണ്ട്, ഫിഷും ഉണ്ട്. അല്ലേ, രണ്ടും നമ്മൾ പഠിച്ചതാണ്, വളരെ എളുപ്പമുള്ളതാണ്. ക്യാമലിൻ്റെ നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്താണ്? സ്റ്റോർസ് ഫാറ്റ് ഇൻ ഇറ്റ്സ് ഹംബ്. അല്ലേ, അതിൻ്റെ ഹമ്പിൽ, അല്ലേ, നമ്മൾ പുറത്തൊരു കൂന പോലെ കണ്ടില്ലേ, അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഫാറ്റ് സൂക്ഷിക്കുന്നുണ്ട്. അല്ലേ, പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് അതെന്താണ്, വെള്ളമാണ് എന്നൊക്കെ. അല്ലേ, പക്ഷെ അത് വെള്ളമല്ല, അതെന്താണ്, ഫാറ്റാണ്, കൊഴുപ്പാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സൂക്ഷിച്ചിട്ടുള്ളത്. അത് പിന്നീട് വെള്ള രൂപത്തിലൊക്കെ ആക്കി അതെന്ത് ചെയ്യാണ്, ജീവിതം വെള്ളം കുടിക്കാതെ എന്ത് ചെയ്യാണ്, കുറേ കാലം ജീവിക്കാൻ പറ്റും. അല്ലേ, അങ്ങനെ നിലനിർത്താണ്. രണ്ടാമത്തെ എന്താണ്, ഹാസ് ബ്രോഡ് പാഡഡ് ഫീറ്റ് ടു വാക്ക് ഓൺ ദ ഹോട്ട് സാൻഡ്. അല്ലേ, നല്ല വിശാലമായ കുളമ്പുകൾ ആർക്കുണ്ട്, നമ്മൾ ഒട്ടകത്തിനുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അല്ലേ, നമുക്കൊക്കെ അറിയാം, മണലിൽ നമ്മൾ അങ്ങോട്ട് ചവിട്ടിയാൽ എന്ത് ചെയ്യും, നമ്മളെ കാല് താഴ്ന്ന് അങ്ങോട്ട് പോകും കുറച്ചല്ലേ, അപ്പം നടക്കാൻ പ്രയാസമാണ് മണലിൽ. അല്ലേ, പക്ഷേ ഒട്ടകത്തിന് എന്തുണ്ട്, കുറച്ച് പരന്നിട്ടുള്ള കുളമ്പുണ്ട്. അല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യൂല, അത്ര എളുപ്പം മണലിൽ എന്ത് ചെയ്യൂല, താഴ്ന്നു പോവില്ല. അതുപോലെ തന്നെ ചൂടുള്ള മണലിലും ഇതിനെന്ത് ചെയ്യാം, നല്ല നീളമുള്ള കാലുകൾ ഉള്ളത് കൊണ്ട് സർവൈവ് ചെയ്യാൻ കഴിയും. പിന്നെന്താണ്, ലോങ് ഐലാഷസ് ടു പ്രൊട്ടക്ട് ഫ്രം സാൻഡ് സ്റ്റോംസ്. അല്ലേ, നമ്മൾ സാൻഡ് സ്റ്റോംസ് അഥവാ മരുഭൂമിയിൽ നമുക്കറിയാം പൊടിക്കാറ്റുകൾ അടിക്കും. അല്ലേ, ഈ പൊടിക്കാറ്റിന്ന് അതിനെന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കണ്ണുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ലോങ് ആയിട്ടുള്ള ഐലാഷസ്, അല്ലെ, പുരികങ്ങളൊക്കെ എന്തുണ്ട്, നമ്മൾ ഒട്ടകത്തിന് ഉണ്ട്. ഇനി നമ്മൾ ഫിഷിൻ്റെ നോക്കുകയാണെങ്കിലോ, ഗിൽസ് ടു ബ്രീത്ത് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ വാട്ടർ. അല്ലേ, അവർക്ക് എന്തുണ്ട്, ഗിൽസ് ഉണ്ട്. അല്ലേ, എന്താണ്, വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഓക്സിജനെ അവർക്ക് ശ്വസിക്കുന്ന രൂപത്തിലാക്കി മാറ്റാൻ ആര് സഹായിക്കുന്നു, ഗിൽസ് സഹായിക്കുന്നു. അല്ലേ, സ്ലിപ്പറി ബോഡി ഹെൽപ്സ് ടു ഗ്ലൈഡ് ഇൻ വാട്ടർ. അല്ലേ, നല്ല വഴുവഴുപ്പുള്ള ശരീരം ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളത്തിൽ ഇങ്ങനെ ഗ്ലൈഡായിട്ട് അല്ലേ, വഴുക്കി ഇങ്ങനെ വേഗത്തിൽ ഒഴുകി പോകാൻ കഴിയും. പിന്നെന്താണ്, ബോട്ട് ഷേപ്പ്ഡ് ബോഡി. അല്ലേ, നമുക്കറിയാം തോണിയുടെ ആകൃതിയിലാണ് ആരുടെ ഷേപ്പ്, നമ്മൾ ഫിഷിനല്ലേ മുൻഭാഗമൊക്കെ കൂർത്തിട്ട് ബാക്ക് സൈഡൊക്കെ കൂർത്തിട്ട് ആണ് എന്ത് ചെയ്യുക, അതിൻ്റെ ബോഡി ഷേപ്പ്. അതുകൊണ്ട് വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, തുളച്ചിങ്ങനെ നീന്തി പോകാൻ പറ്റും. ഫിൻസ് ആൻഡ് ടെയിൽ ഫിൻസ് ഫോർ സ്റ്റിയറിംഗ് ആൻഡ് മൂവ്മെൻറ്റ്. അല്ലേ, അതിൻ്റെ ചിറകും വാൽച്ചിറകും ഒക്കെ എന്ത് ചെയ്യും, അതിൻ്റെ മൂവ്മെൻറ്റിനെ, അതിൻ്റെ തിരിയാനും വളയാനും ഒടിക്കാനും വേഗത്തിൽ ടേൺ ചെയ്യാനൊക്കെ, അല്ലേ, ആര് സഹായിക്കും, ഈ ഫിൻസും ടെയിൽ ഫിൻസും ഒക്കെ സഹായിക്കും. ഓക്കെ, ആക്ടിവിറ്റി 1B ബി ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ സിറ്റുവേഷൻ ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ്. ഫ്രം ഇറ്റ് ലിസ്റ്റ് ഔട്ട് ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ഡിമോളിഷൻ ഓഫ് ഹിൽസ് ആൻഡ് റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്. എന്താണ്, ഒബ്സർവ് ദ സിറ്റുവേഷൻ ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, താഴെയുള്ള ചിത്രത്തിലെ ചിത്രങ്ങൾ എന്ത് ചെയ്യുക, സാഹചര്യത്തിൽ ചിത്രങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഫ്രം ഇറ്റ് ലിസ്റ്റ് ഔട്ട് ദ ഹാംഫുൾ എഫക്ട്സ്. അല്ലെ, അതിൽ നിന്ന് അതിൻ്റെ ഹാംഫുൾ എഫക്റ്റുകൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ, ഹാംഫുൾ എഫക്ട്സ് എന്തൊക്കെയാണെന്ന്, പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അല്ലെ, എന്തൊക്കെയാണ് ആ ചിത്രത്തിലുള്ളത്, ഡിമോളിഷൻ ഓഫ് ഹിൽസ് എന്ന് വെച്ചാൽ എന്താ, കുന്നുകൾ ഇടിച്ച് നിരത്തുക. ആൻഡ് റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്. അല്ലെ, ഇതാണ് പാടങ്ങൾ നികത്തുക. അല്ലെ, അപ്പൊ ഇതിൻ്റെ രണ്ടിൻ്റെയും ആ ഹാംഫുൾ എഫക്ട്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, പ്രത്യാഘാതങ്ങളാണെന്ത്, അതിൻ്റെ ചീത്തമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ നാടിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അപ്പം എങ്ങനെ എഴുതാൻ നോക്കിയാലോ. ഒന്നാമത്തെ ചിത്രത്തിലുള്ളത് എന്താണ്, ഇറ്റ് കോസസ് സോയിൽ ഇറോഷൻ. അല്ലേ, സോയിൽ ഇറോഷൻ അഥവാ മണ്ണൊലിപ്പിന് കാരണമാകും. ശരിയല്ലേ. രണ്ടാമത്തെ, ഇറ്റ് മേ ലീഡ് ടു ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് ഫ്ലഡ്സ്. അതെന്ത് ചെയ്യും, ലാൻഡ് സ്ലൈഡ്സ് അല്ലേ, നമ്മളെ ഉരുൾപൊട്ടലിന് എന്ത് ചെയ്യും ഇത് കാരണമാവും, അല്ലെങ്കിൽ ഫ്ലഡ് വെള്ളപ്പൊക്കത്തിന് എന്ത് ചെയ്യാം
ഇത് കാരണമാവാൻ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. നമ്മൾ മലകളൊക്കെ കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തുമ്പോൾ അല്ലെ. മൂന്നാമത്തെ എന്താണ്, ഇറ്റ് ഡിസ്ട്രോയ്സ് ദ ഹോംസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് അല്ലെ. നമുക്കറിയാം എന്താണ്, നമ്മൾ ചെറിയ കുന്നുകളൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് മൃഗങ്ങളും സസ്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. അവരുടെ എന്ത് ചെയ്യും, വീടൊക്കെ എന്ത് ചെയ്യും, അവർ നഷ്ടപ്പെടും. വീട് മാത്രമല്ല അവരുടെ ജീവൻ തന്നെ എന്ത് ചെയ്യും, നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി എന്ത് ചെയ്യാം, അടുത്ത പിക്ചറിലേക്ക് നോക്കാം. ഈ ചിത്രത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒരു ലോറിയിൽ മണ്ണ് എന്ത് ചെയ്യാണ്, നമ്മളെ പാടത്തിലേക്ക് എന്ത് ചെയ്യാണ്, അങ്ങോട്ട് ഇട്ട് നിരത്തുകയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ അല്ലെ, അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്താണ്, ഹാംഫുൾ എഫക്ട്സ് എന്തൊക്കെയാണ് നോക്കിയാലോ. ഇറ്റ് റെഡ്യൂസസ് ദ ഏരിയ അവൈലബിൾ ഫോർ പാഡി കൾട്ടിവേഷൻ അല്ലേ. നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമല്ലേ പാടം, അതിൻ്റെ നമുക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം നമുക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. വലിയൊരു പ്രശ്നമല്ലേ. നമുക്ക് ഭക്ഷണത്തിനെല്ലാം എന്ത് വേണം, കൃഷി വേണം അല്ലേ. രണ്ടാമത്തെ എന്താണ്, ഇറ്റ് കോസസ് ഫ്ലഡിങ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യും, വെള്ളപ്പൊക്കത്തിന് കാരണമാവും അല്ലേ. അപ്പോൾ മഴ ഇങ്ങനെ നിരന്തരം മഴ പെയ്യുമ്പോൾ ഈ മഴയിലെ വെള്ളം എന്ത് ചെയ്യണം, കെട്ടി നിൽക്കാനൊക്കെ സ്ഥലം വേണം അല്ലേ. അതൊക്കെ എന്താണ്, ഇതൊക്കെ മണ്ണിട്ട് നികത്തിയ മഴയത്തെ വെള്ളം കെട്ടി നിൽക്കാനും ഒലിച്ചു പോകാനൊക്കെ സ്ഥലം ഉണ്ടാവില്ല അല്ലെ. അതെന്ത് ചെയ്യും, വെള്ളപ്പൊക്കത്തിന് കാരണമാകും. ഇറ്റ് റെഡ്യൂസസ് വാട്ടർ സ്റ്റോറേജ് അല്ലെ. നമുക്കറിയാം, നമുക്ക് ഭൂമിയിൽ നമ്മൾ വെള്ളം ഇങ്ങനെ സ്റ്റോറേജ് ചെയ്യും അല്ലെ. മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കിയാലേ എന്ത് ചെയ്യുള്ളൂ, ഈ മഴവെള്ള സംഭരണികൾ അത് എന്തും ആവാം, കുളമാവാം, പാടമാവാം അല്ലെ, എന്തും ആവാം, ചെറിയ കുഴികളാവാം അല്ലെ. ഇതിലൂടെ വെള്ളം എന്ത് ചെയ്യണം, നമ്മളെ ഭൂമിയിലേക്ക് ഇറങ്ങണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മളെ കിണറുകളിലും മറ്റൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ അല്ലെ. ഇനി നമുക്ക് ഇതിലെ ഓപ്ഷൻ സിയിലേക്ക് പോവാം. എന്താണ്, സെലക്ട് ഫ്രം ദ ഫോളോയിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്ലോഗൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റത്തിന്റെ പ്രൊട്ടക്ഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ലോഗന് താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണെന്ന് തിരഞ്ഞെടുത്താൽ മാത്രം മതി. വളരെ എളുപ്പമാണ് അല്ലേ. എന്താണ്, സെലിബ്രേറ്റ് ദ ഡൈവേഴ്സിറ്റി, പ്രൊട്ടക്ട് ദ വൈൽഡ് ലൈഫ് അല്ലേ. നമ്മൾ ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തെ സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷിക്കുക. അതേസമയം പ്രൊട്ടക്ട് ദ വൈൽഡ് ലൈഫ്, നമ്മളെ വൈൽഡ് ലൈഫിനെ എന്ത് ചെയ്യാം, സംരക്ഷിക്കുക. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ എന്താണ്, പ്രൊട്ടക്ട് ദ ഇക്കോസിസ്റ്റം, നമ്മൾ ഇക്കോസിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യുക. സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത് അല്ലേ. നമ്മളെ നാട്ടിലത്തെ ഭൂമിയിലെ ജീവൻ എന്ത് ചെയ്യൂ, നമ്മളോട് നിലനിർത്തൂ എന്നാണ് പറയുന്നത് അല്ലെ. മൂന്നാമത്തെ എന്താണ്, ആൻ എക്കോസിസ്റ്റം ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കോമ്പോണൻസ് അല്ലെ. ഒരു എക്കോസിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാ ഘടകങ്ങളും ചേർന്ന ഒരു കോമ്പിനേഷൻ ആണെന്നാണ് പറയുന്നത് അല്ലെ. നാലാമത്തെ എന്താണ്, ദർ ആർ നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് ഇക്കോസിസ്റ്റം, നമ്മുടെ ഇവിടെ എന്തുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ളതും മാൻ മെയ്ഡ് മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള ഇക്കോസിസ്റ്റംസ് ഉണ്ട് അല്ലെ. ഒരു സ്ലോഗൻ എന്നുള്ള ഒരു സ്വഭാവത്തിൽ വരുമ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണ്, നമുക്ക് ഏതാണ്, ഓപ്ഷൻ ബി. ഏതാണ്, പ്രൊട്ടക്ട് ദ ഇക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത് അല്ലെ. അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ലോഗൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവിറ്റി 2ലേക്ക് കിടക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് എർത്ത് അവർ റെസ്പോൺസിബിലിറ്റി അല്ലെ. നമ്മളെ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ചുമതലയാണ് അല്ലെ. കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ സോയിൽ പൊല്യൂഷൻ അല്ലെ. സോയിൽ പൊല്യൂഷനെ ബേസ് ചെയ്തിട്ട് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പട്ടിക പൂരിപ്പിക്കേണ്ടത്. ഒന്നാമത്തെ കോളത്തിൽ എന്താ, റീസൺസ് ഫോർ സോയിൽ പൊല്യൂഷൻ അല്ലെ. അതിലൊരു റീസൺ കൊടുത്തിട്ടുള്ളത് എന്താണ്, എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് അല്ലെ. നമ്മൾ കീടനാശിനികളുടെ അമിതമായ ഉപയോഗമാണെന്ത് ഒരു കാരണമായിട്ട്, റീസൺ ആയിട്ട് ആദ്യത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ എന്താണ് എഴുതേണ്ടത്, ഓർഗാനിസംസ് അഫക്റ്റഡ് ബൈ സോയിൽ പൊല്യൂഷൻ അല്ലെ. ഈ സോയിൽ പൊല്യൂഷൻ കാരണം ബാധിക്കുന്ന ജീവികൾ, ഏത് ജീവികൾക്കാണ് അല്ലെ. ഇപ്പോൾ പെസ്റ്റിസൈഡ് ഉപയോഗിച്ചാൽ ഏത് ജീവിക്കാണ് എഫക്റ്റ് ചെയ്യുക, ഏതാണ് അതിൽ കൊടുത്തിട്ടുള്ളത്, എർത്ത് വോം ആണ് അല്ലെ, നമ്മുടെ മണ്ണിരയാണ് അല്ലെ. അടുത്തെന്താ, മൂന്നാമത്തെ കോളത്തിൽ എന്താണ്, കോൺസിക്വൻസസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ഓൺ ഇക്കോസിസ്റ്റം അല്ലെ. എന്താണ്, അനന്തരഫലങ്ങൾ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ. എന്താണ്, ഈ സോയിൽ പൊല്യൂഷൻ കാരണം നമ്മൾ ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നാണ് എന്താണ് കൊടുത്തിട്ടുള്ളത്, എക്സ്റ്റിങ്ഷൻ ഓഫ് വേരിയസ് ഓർഗാനിസംസ് അല്ലെ. നമ്മളെ ജീവികളുടെ എക്സ്റ്റിങ്ഷൻ അഥവാ വംശനാശം എന്ത് ചെയ്യാൻ സാധ്യത ഉണ്ട്, അഥവാ അവരെ ഈ ഭൂമി ലോകത്ത് തന്നെ കാണാതാവാനുള്ള സാധ്യത എന്തുണ്ട്, ഇത്തരം സോയിൽ പൊല്യൂഷനിലൂടെയൊക്കെ അല്ലെങ്കിൽ ഇത്തരം പൊല്യൂഷനിലൂടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചാൽ അല്ലെ. ഇതുപോലെ ഒരു 3 പോയിന്റ് നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അത്ര എളുപ്പമാവണമെന്നില്ല, നമ്മൾ എന്ത് ചെയ്യാം, മാർക്കിനനുസരിച്ചാണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം, 3 പോയിന്റ് വേണ്ട, 2 പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ടൊന്ന് എഴുതി കൊടുത്താൽ മതിയാവും.
ഓക്കെ, ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് തന്നെ കൊടുത്താലോ അല്ലെ? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വലിച്ചെറിയാറുണ്ട് അല്ലെ? അപ്പൊ റീസൺ ആയിട്ട് എന്ത് ചെയ്യാം? ഡംപിങ് പ്ലാസ്റ്റിക്സ് അല്ലെ? നമ്മൾ പ്ലാസ്റ്റിക് എന്ത് ചെയ്യുന്നു? വലിച്ചെറിയുന്നു അല്ലെ? അതിന്റെ ഒരു എഫക്റ്റ് ആരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസംസ് ആൻഡ് സോയിൽ ഇൻസെക്ട്സ് അല്ലെ? മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സൂക്ഷ്മജീവികൾ ഉണ്ടല്ലോ, നമ്മളൊന്നും പലപ്പോഴും കണ്ടുകൊണ്ട് കാണാത്ത ഒരുപാട് ജീവികൾ നമ്മൾ ലോകത്തുണ്ട് അല്ലെ? ഇവരൊക്കെ അഫക്റ്റ് ചെയ്യും. സോയിൽ ഇൻസെക്ട്സ് അല്ലെ? നമ്മളെ മണ്ണിലൊക്കെ ഉള്ള ചെറിയ ചെറിയ പ്രാണികളും ജീവികളും ഒക്കെ അല്ലെ? അവരൊക്കെ എന്ത് ചെയ്യും? ഇത് എഫക്റ്റ് ചെയ്യും. അടുത്ത ഇതിന്റെ കോൺസിക്വൻസസ്, പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി ആൻഡ് വാട്ടർ റിട്ടൻഷൻ അല്ലെ? എന്ന് വെച്ചാൽ എന്താണ്? മണ്ണിന്റെ ഫലഭൂഷ്ഠത എന്ത് ചെയ്യും? നഷ്ടപ്പെടും അല്ലെ? അതുപോലെ തന്നെ ജലസംഭരണ ശേഷിയും എന്ത് ചെയ്യും? നഷ്ടപ്പെടുന്നു അല്ലെ? നമ്മൾ മണ്ണിൽ നല്ല ഫലഭൂഷ്ഠതയും ജലസംഭരണ ശേഷിയൊക്കെ ഉണ്ടായാലാണ് എന്ത് ചെയ്യുക? നമ്മൾ സസ്യങ്ങളും പ്ലാന്റ്സും ഒക്കെ എന്ത് ചെയ്യുക? നല്ല ഉഷാറായിട്ട് വളരുക അല്ലെ? അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ഡംപ് ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സസീവ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അഥവാ നമ്മളെ രാസവളങ്ങൾ ഉണ്ടല്ലോ, അതിനല്ല, ജൈവവളമല്ലാത്ത രാസവളം അല്ലെ? അതിന്റെ അമിതമായ ഉപയോഗം എന്താണ്? ഇതിന് കാരണമാകും അല്ലെ? ഒരു റീസൺ ആണ്. നമ്മൾ സോയിൽ പൊല്യൂഷന്റെ ഒരു റീസൺ ആണ് അല്ലെ? അതിന്റെ എഫക്ട് ആരെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് അല്ലെ? സ്വാഭാവികമായിട്ടും നമ്മളെ സോയിൽ ഓർഗാനിസംസ് അല്ലെ? നമ്മളെ മണ്ണിലുള്ള ജീവികളെ എഫക്റ്റ് ചെയ്യും. പ്ലാന്റ് റൂട്ട്സ് അല്ലെ? നമ്മളെ മണ്ണിലുള്ള പ്ലാന്റ്സിന്റെ റൂട്ടിനെ, വേരിനെയൊക്കെ എന്ത് ചെയ്യും? ഇത് ബാധിക്കും അല്ലെ? ഇതിന്റെ കോൺസിക്വൻസസ്, ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്ട്രക്ഷൻ ഓഫ് സോയിൽ സ്ട്രക്ചർ ആൻഡ് ഇക്കോസിസ്റ്റം അല്ലെ? നമ്മളുടെ മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഘടനയുണ്ട് അല്ലെ? മണ്ണിന് അതെന്ത് ചെയ്യും? നഷ്ടപ്പെടുന്നു. അങ്ങനെ അത് നഷ്ടപ്പെട്ടാൽ അതെന്ത് ചെയ്യും? നമ്മുടെ ഇക്കോസിസ്റ്റത്തെയൊക്കെ എന്ത് ചെയ്യും? അത് വളരെ മോശമായിട്ട് തന്നെ ബാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കാരണങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടേബിളിൽ എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താം. ഇനി ആക്ടിവിറ്റി 2 ബി ക്വസ്റ്റ്യൻ നോക്കാം. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. എക്സാമിൻ ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് അല്ലെ? അഥവാ നമ്മളെ ആ ഒരു ചിത്രത്തിൽ കാണുന്ന പൊല്യൂഷൻസ് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഒന്നാമത്തെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഏതാണ്? എയർ പൊല്യൂഷൻ, വായു മലിനീകരണം അല്ലെ? രണ്ടാമത്തെ എന്താണ്? വെള്ളമാണ് പോകുന്നല്ലേ, അപ്പൊ തന്നെ നമുക്കറിയാം എന്താണ്? വാട്ടർ പൊല്യൂഷൻ അല്ലെ? ജലമലിനീകരണം. വളരെ എളുപ്പമാണ് അല്ലെ? ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ഒരു ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ആൻസേഴ്സ്, താഴെയുള്ള ചോദ്യത്തിന്റെ ആൻസേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് വായിച്ചിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മാഷിന്റെ വോയിസ് കേട്ടാൽ മതിയാവും. ഓക്കെ. Foreigners first came to India to buy spices like cardamom and pepper and textiles like silk and cotton അല്ലെ? നമ്മളെ ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് വന്നത് എന്തിനാണ്? നമ്മളെ സ്പൈസസ് അല്ലെ? നമ്മളെ സ്പൈസസ് പോലുള്ള കുരുമുളക്, ഏലക്കായ പോലുള്ള സ്പൈസസ് വാങ്ങാനും നമ്മൾ ടെക്സ്റ്റൈൽസ് സാധനങ്ങളായ സിൽക്ക്, കോട്ടൺ ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ ശരിക്കും ഇന്ത്യയിലേക്ക് വന്നത്. ഗ്രാജുവലി ദ സ്റ്റാർട്ടഡ് ഇൻഡസ്ട്രീസ് ആഫ്റ്റർ റിസീവിങ് പ്രിവിലേജസ് ഫ്രം ദ ലോക്കൽ റൂളേഴ്സ് അല്ലെ? നമ്മളെ നാട്ടിലത്തെ ഭരണാധികാരികളുടെ അടുത്തുനിന്ന് എന്താണ്? പ്രിവിലേജസ് ഒക്കെ വാങ്ങി അവരെയൊക്കെ വശത്താക്കി എന്ത് ചെയ്തു? അവരിവിടെ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യാൻ തുടങ്ങി? പതിയെ പതിയെ തുടങ്ങാൻ തുടങ്ങി അല്ലെ? വേരിയസ് റീജൻസ് ഓഫ് ഇന്ത്യ വേർ റൂൾഡ് ബൈ ലോക്കൽ റൂളേഴ്സ് അല്ലെ? നമ്മൾ ഇന്ത്യൻ്റെ പല ഭാഗങ്ങളും നിയന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ ഭരിച്ചിരുന്നത് ചെറിയ ചെറിയ ഭരണാധികാരികളായിരുന്നു. They fought with each other and it made matters easier for British അല്ലെ? നമ്മളവിടുത്തെ ഭരണാധികാരികൾ എന്ത് ചെയ്തിരുന്നു? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ അല്ലെ? തല്ലുകൂടിയിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് ഇങ്ങനെ ഇൻഡസ്ട്രീസ് തുടങ്ങാനും ഇവിടെ ഭരണം നടത്താനൊക്കെ എന്ത് ചെയ്തു? എളുപ്പമായി. ഗ്രാജുവലി അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ദ കിങ്സ് കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഫോറിനേഴ്സ് അല്ലെ? പതിയെ പതിയെ കൃഷി, ട്രേഡ്, വ്യാപാരം, അവിടുത്തെ രാജാക്കന്മാർ ഇവരെല്ലാവരും എന്ത് ചെയ്തു? ഈ ഫോറിനേഴ്സിന്റെ അണ്ടറിൽ താഴെയായിട്ട് ഇങ്ങനെ വന്നു. യൂസിങ് ഇംപ്രൂവ്ഡ് വെപ്പൺസ് ലൈക്ക് കാനൺസ് ആൻഡ് ഗൺസ് ആൻഡ് വാർഫെയർ ടാക്ടിക്സ് ദേ സബ്ഡ്യൂഡ് ദി നേറ്റീവ്സ് ആൻഡ് ലോക്കൽ റൂളേഴ്സ് അല്ലെ? അവർ നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള, നല്ല ഫ്യൂച്ചറിസ്റ്റിക്സ് ആയിട്ടുള്ള വെപ്പൺസ് ആയിട്ടുള്ള കാനണും ഗൺസും ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? നമ്മൾ അടിച്ചമർത്തി. അതേപോലെ തന്നെ വാർഫെയർ അല്ലെ? നമ്മളെ യുദ്ധത്തിൽ വിവിധ ടാക്ടിക്സുകൾ, ഐഡിയകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? ദേ സബ്ഡ്യൂഡ് അല്ലെ? അവർ നമ്മൾ കീഴടക്കി. സബ്ഡ്യൂഡ് എന്നാൽ കീഴടക്കി.
അല്ലേ? ദ നേറ്റീവ്സ് ആൻഡ് ലോക്കൽ റൂളേഴ്സ് അല്ലേ? നമ്മളവിടുത്തെ നാട്ടിലത്തെ ആളുകളെയും ഇവിടുത്തെ ചെറിയ ലോക്കൽ ഭരണാധികാരികളൊക്കെ എന്ത് ചെയ്തു? അവർ കീഴടക്കി. ഓവർ ടൈം ദ ബ്രിട്ടീഷ് ഗെയിൻഡ് കൺട്രോൾ ഓവർ ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ അല്ലേ? കുറച്ചിങ്ങനെ കാലം കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? അവർ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും അവർ ഗെയിൻഡ് അല്ലേ? അവർ നേടിയെന്ത്? കൺട്രോൾ നേടി. ഇന്ത്യ മൊത്തം അവർ ഭരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഫോർ ദ നെക്സ്റ്റ് 200 years പിന്നീടുള്ള 200 വർഷം ഇന്ത്യ വാസ് അണ്ടർ ദെയർ കൺട്രോൾ. ഇന്ത്യ എന്തായിരുന്നു? അവരുടെ കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ഇനി എന്ത് ചെയ്യാം? റീഡ് ദ നോട്ട് എബോവ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് അല്ലേ? നമ്മൾ അത് വായിച്ചു. ഇനി താഴെയുള്ള ചോദ്യത്തിന് എന്ത് ചെയ്യണം? ഉത്തരം കണ്ടെത്തണം. എ വാട്ട് വാസ് ദ മെയിൻ എയിം ഓഫ് ഫോറിനേഴ്സ് റീച്ചിങ് ഇന്ത്യ അല്ലേ? ഫോറിനേഴ്സ് ഇന്ത്യയിലെത്താനുള്ള മെയിൻ എയിം അല്ലെ? അതിൻ്റെ ഒരു മെയിൻ കാരണം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അല്ലെ? എന്താണ്? എ ഫോർ വാർ എന്തിനു വേണ്ടിയിട്ടാണ്? യുദ്ധത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ? ബി ടു ഹാവ് ട്രേഡ് വിത്ത് ലോക്കൽ റൂളേഴ്സ് അല്ലെ? അവിടുത്തെ നാട്ടിലത്തെ ചെറിയ ഭരണാധികാരികളുമായിട്ട് ട്രേഡ് കച്ചവടത്തിനായിരുന്നു. സി ടു ബൈ സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ് അല്ലേ? സ്പൈസസും ടെക്സ്റ്റൈൽസും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. ഡി ടു സ്റ്റാർട്ട് ഇൻഡസ്ട്രീസ് അല്ലേ? ഇവിടെ ഇൻഡസ്ട്രീസ് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇങ്ങോട്ട് വന്നത്? ഫസ്റ്റത്തെ അല്ലേ ലൈനിൽ തന്നെ ഫസ്റ്റത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ വരിയിൽ തന്നെ അതിൻ്റെ ആൻസേഴ്സ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബൈ സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ് അല്ലേ? ഓപ്ഷൻ സി ആണ് അല്ലേ? ടു ബൈ സ്പൈസസും ടെക്സ്റ്റൈൽസും അല്ലേ? നമ്മളെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? ഇന്ത്യയിലേക്ക് ആദ്യമായി വന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ചോദ്യത്തിൻ്റെ അവിടെയാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. കാണാത്തൊരു പ്രശ്നമുണ്ട്. നമുക്ക് ചോദ്യം മാഷ് വായിക്കാം. ബി ബി ചോദ്യം എന്താണ്? അത് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണോ ശരിയാണോ പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? വെൻ ദ ബ്രിട്ടീഷ് റീച്ച്ഡ് ഇന്ത്യ there was unity among the rulers of princely status അല്ലേ? ഓരോ രാജ്യത്തെ രാജകുമാരന്മാർ തമ്മിലും ഭയങ്കരമായ യൂണിറ്റി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സ്റ്റേറ്റ്മെന്റിൽ. ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ? നമ്മൾ ആ പാരഗ്രാഫിൽ വായിച്ചു. എന്താണ്? they fought with each other and it made matters easier for British അല്ലേ? അവരെന്ത് ചെയ്തു? പരസ്പരം റൂളേഴ്സ് എന്ത് ചെയ്യണം? പരസ്പരം ഫോർട്ട് ചെയ്യണം അല്ലേ? തല്ലുകൂടാണ് അല്ലേ? അല്ലെങ്കിൽ യുദ്ധങ്ങൾ നടത്തുകയാണ്. അതെന്ത് ഈ ബ്രിട്ടീഷുകാർക്ക് എളുപ്പമായി എന്നാ പറയുന്നത് അല്ലേ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ് അല്ലേ? അത് തെറ്റാണ് അല്ലേ? ബ്രിട്ടീഷുകാരുള്ള സമയത്ത് എന്താണ്? ഇവിടെ യൂണിറ്റി തീരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇതിൽ നിന്ന് നമുക്കൊരു സന്ദേശം കൂടി ഉണ്ട്. എന്താണ്? നമ്മളെ രാജ്യത്തിന്റെ ഭരണം ഏറ്റവും നല്ല രീതിയിൽ പോവണമെങ്കിൽ നമ്മൾ തമ്മിൽ എന്ത് വേണം? നല്ല യൂണിറ്റി ഉണ്ടാവണം അല്ലേ? അതിൽ നമ്മളെ രാജ്യത്തെ നശിപ്പിക്കുന്ന എന്തുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനും കൂടി നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാവണം. അടുത്തത് ഇതിലെ സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വൈ വാസ് ഇറ്റ് സോ ഈസി ഫോർ ദ ബ്രിട്ടീഷ് ടു ബ്രിങ് ഇന്ത്യ അണ്ടർ ദെയർ കൺട്രോൾ അല്ലേ? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ അവരുടെ അണ്ടർ കൺട്രോളിൽ വരുത്താൻ വേണ്ടിയിട്ട് ഇത്ര ഈസി ആവാൻ കാരണം എന്താണെന്നാണ് അല്ലേ? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്താണ്? ലോക്കൽ അല്ലേ? നമ്മളെ പാരാഗ്രാഫിൽ നമ്മൾ വായിച്ചിരുന്നു. ലോക്കൽ കിങ്സ് അല്ലെങ്കിൽ അവിടുത്തെ റൂളേഴ്സ് ഒക്കെ എന്താണ്? പരസ്പരം ഏറ്റുമുട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? വേഗത്തിൽ ഇവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാനൊക്കെ കഴിഞ്ഞല്ലോ. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അഡ്വാൻസ്ഡ് വെപ്പൺസ് ലൈക്ക് ഗൺസ്, കാനൺസ് ഇതൊക്കെ എന്ത് ചെയ്തു? ഉപയോഗിച്ചു അല്ലേ? അതൊക്കെ നമ്മൾ പാരഗ്രാഫിൽ കൃത്യമായി പറയുന്നുണ്ട് അല്ലേ? അവിടെ എഴുതാനുള്ളത് മാഷ് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? ഡി ഫോർ ഹൗ ലോങ് വാസ് ഇന്ത്യ അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് അല്ലെ? അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ? ബ്രിട്ടീഷ് SH ആണ് വേണ്ടത്. അവിടെ C ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? സാറില്ല. അപ്പോൾ എന്താണ്? ഇന്ത്യ എത്ര വർഷം ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു എന്നാണ് അല്ലെ? ഓപ്ഷൻ എ സെഞ്ചുറി, ഓപ്ഷൻ ബി 2 centuries, ഓപ്ഷൻ 3 centuries, ഓപ്ഷൻ ഡി എ സെഞ്ചുറി ആൻഡ് എ ഹാഫ് അല്ലെ? സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താണ്? 100 അല്ലെ? 100 അപ്പോൾ നമ്മൾ ആ പാരഗ്രാഫിൽ ഓൾറെഡി കണ്ടിരുന്നത് എന്താണ്? 200 years അല്ലെ? അഥവാ ഏകദേശം 200 വർഷത്തോളം നമ്മൾ കണ്ടിരുന്നു അല്ലെ? സോ ഓപ്ഷൻ ബി 200 years അല്ലെങ്കിൽ 2 centuries is the right answer.
ആക്ടിവിറ്റി 4 ഇൻഡിപെൻഡൻസ് ത്രൂ സ്ട്രഗിൾസ് എന്നാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഒന്നാമത്തെ ഈ വായിച്ചു നോക്കാം. ദ സാൾട്ട് സത്യാഗ്രഹ ആൻഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആർ ദ ഗ്രേറ്റസ്റ്റ് സ്ട്രഗിൾസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. പ്രിപ്പയർ നോട്ട്സ് ഓൺ ദീസ് ടു ഫ്രീഡം സ്ട്രഗിൾസ് അല്ലേ. ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രഗിൾസിൽ സമരങ്ങളിലൊക്കെ പെട്ടൊന്നായിരുന്നു ഏത്? സാൾട്ട് സത്യാഗ്രഹയും അഥവാ ഉപ്പ് സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും അല്ലെ. ഇന്ത്യ വിടുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെ. ഇതിനെക്കുറിച്ചുള്ള ചെറിയ നോട്ട്സ് തയ്യാറാക്കാനാണ് അല്ലെ. കള്ളി കണ്ടാൽ തന്നെ അറിയാൻ എന്താണ്, ചെറുതാണ്. അപ്പൊ നമുക്ക് കുറച്ച് എഴുതിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. എന്താണ് സാൾട്ട് സത്യാഗ്രഹയെ കുറിച്ച് എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. സാൾട്ട് സത്യാഗ്രഹ ഈസ് ലെഡ് ബൈ മഹാത്മാ ഗാന്ധി ഇൻ 1930. The British imposed heavy taxes on salt making അല്ലെ. സാൾട്ട് മേക്കിംഗ് അല്ലെ, ഉപ്പ് നിർമ്മാണത്തിൽ എന്ത് ചെയ്തു, ഭയങ്കര ടാക്സസ് അവരുണ്ടാക്കി. ഗാന്ധിജി മാർച്ച്ഡ് ഫ്രം സബർമതി ആശ്രം ടു ദണ്ഡി മാർച്ച് അല്ലെ. സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് പോയി. എത്ര കിലോമീറ്റർ ആയിരുന്നു? 390 കിലോമീറ്റർ അല്ലെ. ആൻഡ് ബ്രോക്ക് ദ സോൾട്ട് ലോ ഇൻ കേരള. ഇറ്റ് വാസ് ലെഡ് ബൈ കെ കേളപ്പൻ അറ്റ് പയ്യന്നൂർ അല്ലെ. കേരളത്തിൽ ഈ ഒരു സമരം നയിച്ചത് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു അല്ലെ. എവിടെയാണ് നടന്നത്? പയ്യന്നൂരായിരുന്നു നടന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട നോട്ടാണെങ്കിൽ എന്ത് എഴുതാം? ഇറ്റ് ലോഞ്ച്ഡ് ഇൻ ഓഗസ്റ്റ് 1942 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി അല്ലെ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ലീഡർഷിപ്പിലും ആരുണ്ടായിരുന്നു? ഗാന്ധിജി ഉണ്ടായിരുന്നു അല്ലെ. ഡിമാൻഡിങ് ആൻ ഇമ്മീഡിയറ്റ് എൻഡ് ടു ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അല്ലെ. പെട്ടെന്ന് ഇന്ത്യ വിട്ടു പോകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഗതിയായിരുന്നു അതിൽ ഡിമാൻഡ് ചെയ്തിരുന്നത്. ഗാന്ധിജി ഗേവ് ദ ഹിസ്റ്റോറിക് സ്ലോഗൻ ഡു ഓർ ഡൈ അല്ലെ. നമുക്കറിയാം ഏറ്റവും ഹിസ്റ്റോറിക് ആയിട്ടുള്ള ചരിത്രപരമായ ഒരു മുദ്രാവാക്യമായി അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യമായിരുന്നു എന്ത്, സ്ലോഗൻ ആയിരുന്നു എന്ത്, ഡു ഓർ ഡൈ അല്ലെ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഗാന്ധിജിയുടെ സ്ലോഗൻ അല്ലെ. ഇത് ഗാന്ധിജി ഏതിലാണ് പറഞ്ഞത്? ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് പറഞ്ഞത്. ഓഗസ്റ്റ് 9 ഈസ് സെലിബ്രേറ്റഡ് ആസ് ക്വിറ്റ് ഇന്ത്യ ഡേ. ഇത്രയും എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അതും ക്ലോസ് ചെയ്യാം. ആക്ടിവിറ്റി 4 ബി നോക്കിയാലോ. വിച്ച് ഫ്രീഡം ഫൈറ്റർ ഈസ് നോൺ ആസ് ഫ്രണ്ടിയർ ഗാന്ധി അഥവാ അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? എല്ലാവർക്കും അറിയുന്ന ഉത്തരമായിരിക്കും അല്ലെ. എന്നാലും നമുക്ക് ജസ്റ്റ് എന്ത് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. സുഭാഷ് ചന്ദ്രബോസ് ആണോ? അല്ല. അല്ലെ. കെ കേളപ്പനാണോ? അല്ല. സർദാർ വല്ലഭായ് പട്ടേലാണോ? അല്ല. ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അല്ലെ. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? അതിർത്തി ഗാന്ധി, ഫ്രണ്ടിയർ ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അല്ലെ. ആക്ടിവിറ്റി 5 നോക്കാം. ടോപ്പോഗ്രഫി ഓഫ് ഇന്ത്യ അല്ലെ. നമ്മൾ ഇന്ത്യയുടെ ഒരു ഭൂപടമൊക്കെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ അതേ ഭൂപടമാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ അല്ല, ഒന്നാമത്തെ എ നോക്കാം. വിച്ച് ആർ ദ 2 states ദാറ്റ് ഷെയർ ബോർഡേഴ്സ് വിത്ത് 5 states അല്ലെ. 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനം നമ്മളെ രാജ്യത്തുണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് അല്ലെ. വളരെ എളുപ്പമാണ്. നമുക്ക് ഇങ്ങനെ ഇതിൽ നോക്കി നിങ്ങൾ സ്വയം കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ തുറന്നു നോക്കിയിട്ട് എന്ത് ചെയ്യുക, സ്വയം കണ്ടുപിടിക്കുക. അതിൻ്റെ ഒക്കെ ഉത്തരങ്ങൾ ആൻസർ പറയുന്നതിൻ്റെ മുമ്പ് തന്നെ കേട്ടോ. ഓക്കെ, ഓപ്ഷൻ എൻ്റെ ഉത്തരം ഏതാണ്? കർണാടകയും മഹാരാഷ്ട്രയിലെ. ഒന്ന് നോക്കൂ, 5 എണ്ണം ഇല്ല എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഏറ്റവും എളുപ്പം, എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. ഏതാണ്? രാജസ്ഥാൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇതിലെ സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സീ ഈസ് ഫൗണ്ട് ഓൺ ദ വെസ്റ്റ് ഓഫ് കേരള? നമ്മൾ കേരളത്തിന്റെ വെസ്റ്റ് ഭാഗത്ത് കാണുന്ന സി കടൽ ഏതാണ്? എല്ലാവർക്കും അറിയാം. വെരി സിമ്പിൾ അല്ലേ. മാപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അറേബ്യൻ സി, അറബിക്കടൽ എന്നൊക്കെ പറയും അല്ലെ. അറേബ്യൻ സി ആണ് അല്ലെ. ഓക്കെ, ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് അനദർ സ്റ്റേറ്റ് other than West Bengal and Andhra Pradesh that shares border with ബേ ഓഫ് ബംഗാൾ അല്ലെ. അഥവാ നമുക്കറിയാം ഒരു കടലുണ്ട്. ഏതാണ്? ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്ന ഒരു കടലുണ്ട് അല്ലെ. ബേ ഓഫ് ബംഗാൾ എന്ന കടലുണ്ട്. അതിനേറ്റവും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് ഏത്? വെസ്റ്റ് ബംഗാളും ആന്ധ്രാപ്രദേശും. ഇതല്ലാതെ വേറെ ഏത് സംസ്ഥാനമാണ് അങ്ങനെ അതിർത്തി പങ്കിടുന്നത്? ഏതാണ്? തമിഴ്നാട് അല്ലെ. തമിഴ്നാടുണ്ട്. അതേപോലെ തന്നെ ഏതുണ്ട്? ഒഡീഷയും ഉണ്ട് അല്ലെ. നമുക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാലും മതി. ഓക്കെ, അടുത്തത് ഓപ്ഷൻ ചോദ്യം ഈ ചോദ്യം എന്താണ്? വിച്ച് ആർ ദ സ്റ്റേറ്റ്സ്
ദാറ്റ് ഷെയർ ബോർഡർ വിത്ത് കേരള. കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ എല്ലാവർക്കും കാണാതെ അറിയുന്നുണ്ടാവും. ഏതാണ്? ഒന്ന് തമിഴ്നാട്, രണ്ട് കർണാടക. വെരി സിമ്പിൾ. അടുത്തത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കുകയാണ്. 5ാമത്തെ ബി അല്ലേ, എന്താണ്? ഫ്ലൈയിങ് ബേർഡ്സ് ആണ്. പലർക്കും ഈ ഒരു 3ാമത്തെ പാഠം എടുത്തിട്ടുണ്ടാവില്ല. ചില വർഷങ്ങളിൽ എടുക്കും, ചില വർഷങ്ങളിൽ ചോദ്യം വരും, വരാതിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് നോക്കാം. ഇനി നിങ്ങളത് ഈ ഒരു പാഠം എടുത്തിട്ടില്ല, പരീക്ഷയ്ക്ക് വരില്ല എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, സ്കിപ്പ് അടിച്ച് പോകാം. നോ പ്രോബ്ലം. ഓക്കെ, ആക്ടിവിറ്റി 5 നോക്കാം. ഫ്ലൈയിങ് ഫ്രണ്ട്സ്. ഓക്കെ, റീന gives information based on her observation of various species of birds റെഗുലർലി സീൻ അറൗണ്ട് ഹെർ ഹൗസ്. അല്ലേ, റീൻ എന്ത് ചെയ്യാണ്, നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്തിനെ കുറിച്ച്? അവളുടെ വീട്ടുമുറ്റത്തും വീട്ടിൻ്റെ ചുറ്റുമൊക്കെ ഇടയ്ക്ക് കാണുന്ന പക്ഷികളുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്ത് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എക്സാമിൻ ഈച്ച് ആൻഡ് മാച്ച് ദ ഇൻഫർമേഷൻ ടു ദ അപ്രോപ്രിയേറ്റ് ബേർഡ്. അല്ലേ, അതെന്ത് ചെയ്യുക, അതൊന്ന് പരിശോധിച്ചിട്ട് ഏതാണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബേർഡ് എന്നുള്ളതിന് അതിൻ്റെ നേരെ ഒന്ന് വരച്ചു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ് അല്ലേ. ഒന്നാമത് നോക്കാം. ഫ്ലൈസ് ഹൈ, ഹാസ് പോയിന്റഡ് ക്ലോസ് ആൻഡ് ഷാർപ്പ് ബീക്ക്, ചേസസ് ആൻഡ് കാച്ചസ് ദ പ്രേ. അല്ലേ, അതിലിങ്ങനെ വര പോകുന്നത് ചെറിയ തെറ്റുണ്ട്. അതെവിടേക്കാണ്? വുഡ്പെക്കർമാർക്കാണ് പോകുന്നത് അല്ലേ. പക്ഷെ അതല്ല, എവിടേക്കാണ് പോകേണ്ടത് നമുക്കറിയാം. ഫ്ലൈസ് ഹൈ, നല്ല ഉയരത്തിൽ പറക്കും. പോയിന്റഡ് ആയിട്ടുള്ള ക്ലോസ് അല്ലെ, നഖങ്ങളുണ്ട്. ഷാർപ്പായിട്ടുള്ള ബീക്ക് ഉണ്ട് അല്ലേ. ചേസസ് ആൻഡ് കാച്ചസ് പ്രേ. അല്ലെ, പ്രേന ഇരനെ എന്ത് ചെയ്യും, ചേസ് ചെയ്ത് പിടിക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഒറ്റ ഓപ്ഷനുള്ള ആരാണ്? നമ്മളെ ഈഗിളാണ് അല്ലെ, പരുന്താണ് അല്ലെ. രണ്ടാമത്തെ നോക്കാം. ഹാസ് ബ്ലാക്ക് കളർ, ട്രാവൽസ് ഇൻ ഗ്രൂപ്പ്സ്, ക്ലീൻസ് ദ സറൗണ്ടിങ്സ്. അല്ലെ, വെരി സിമ്പിൾ. ആരാണ്? ക്രോ ആണ് അല്ലെ. ക്ലീൻസ് ദ സറൗണ്ടിങ് അല്ലെ, ചുറ്റുപാടും വൃത്തിയാക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അല്ലെ. കളർ ഇൻ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, ഒക്കെ എന്താണ്? ക്രോ തന്നെയാണ് അല്ലെ, കാക്ക തന്നെയാണ്. ഹാസ് സ്മോൾ ബോഡി, ലോങ് ബീക്ക്, ഫ്ലൈസ് ഫാസ്റ്റ്, ഹൺസ് പ്രേ ഫ്രം പോണ്ട്സ് ആൻഡ് റിവേഴ്സ്. അല്ലെ, പോണ്ട് ആൻഡ് റിവർ അല്ലെ, എന്താണ്? കുളത്തെന്നും എന്താണ് പുഴയിൽ നിന്നൊക്കെ മീൻ പിടിക്കുന്ന ആരാണ്? ഈ ഓപ്ഷനിൽ ഒറ്റ ആളുള്ള ആരാണ്? കിങ് ഫിഷർ തന്നെ. വേറെ സംശയമൊന്നും അതിൽ നമുക്ക് പോവാനില്ല അല്ലെ. അടുത്തത് നോക്കാം. ലാസ്റ്റത്തെ നോക്കേണ്ട ആവശ്യമില്ല, എന്തായാലും വുഡ് പെക്കർ മാത്രമേ ഉള്ളൂ അല്ലെ, നേരെ വരക്കാവുന്നേ ഉള്ളൂ. ആക്ടിവിറ്റി 5 ബിയിലെ ബി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വിച്ച് ഈസ് ദ ബേർഡ് ദാറ്റ് ഹൺസ് പ്രേ ഇൻ പ്ലേസസ് വേർ ദർ ഈസ് വാട്ടർ. അല്ലെ, വെള്ളമുള്ള സ്ഥലത്ത് ഏത് ബേർഡാണ് അതിൻ്റെ ഇരയെ പിടിക്കുന്നത്? വളരെ എളുപ്പമാണ്. ഈഗിള്, പാരറ്റ്, ക്രെയിന്, മൈന. അല്ലെ, ഒറ്റ ആളെ വെള്ളത്തിൽ നിന്ന് പിടിക്കുന്നുള്ള ആരാണ്? ക്രെയിൻ. നമുക്കൊക്കെ അറിയാം അല്ലെ, കൊക്ക് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ കൊക്കിന്റെ വേറെ കുറച്ചും കൂടി ഒരു വലിയ രൂപത്തിലുള്ള കൊക്കാണ് ആര്? ക്രെയിൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, സി ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ബിലോ. അല്ലെ, താഴെ നിന്ന് തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ചോദ്യം വായിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. റോങ് ആണ്, റൈറ്റ് അല്ല അല്ലെ, ശരിയായത് തിരഞ്ഞെടുക്കാനല്ല പറഞ്ഞത് അല്ലെ, തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞത് അല്ലേ. എ, all birds have same body structure. B, there is a connection between the body structure of birds and its preying mechanism. അല്ലേ, എന്താ പറയുന്നത്? പക്ഷികളുടെ സ്ട്രക്ചർ, ബോഡി സ്ട്രക്ചറും ശരീരഘടനയും അതിൻ്റെ ഇര പിടിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ട്. ഉണ്ടോ? ഉണ്ട് അല്ലേ. ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പൊ വുഡ് പേക്കറിനെ നോക്കാം. വുഡ് പേക്കറിന് എന്താണ്? വുഡ് പേക്കറിന്റെ നല്ല കട്ടിയുള്ള ചുണ്ടുണ്ട് അല്ലേ. നല്ല മരത്തിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കാൻ പറ്റിയ ക്ലോസ് ഉണ്ടല്ലേ, നഖങ്ങളൊക്കെ ഉണ്ടല്ലേ. അതുകൊണ്ടാണ് അതിനെന്ത് ചെയ്യാൻ പറ്റുന്നത്? മരം ഇങ്ങനെ കൊത്തി അതിൻ്റെ ഉള്ളിലത്തെ പുഴുക്കളൊക്കെ എടുക്കാൻ പറ്റുന്നത് അല്ലേ. ഈഗിൾ നോക്കുകയാണെങ്കിലോ, ഈഗിളിന് നല്ല ഉയരത്തിൽ പറന്നുകൊണ്ട് ഇരകൾ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. നല്ല കാഴ്ച ശക്തി ഉണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ്? അതിൻ്റെ ബോഡി സ്ട്രക്ചർ ആണ് അല്ലേ. അതുകൊണ്ടാണ് അതിനെന്ത് ചെയ്യണത്? ആ അർത്ഥത്തിൽ ഇരകളെ പിടിക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പൊ ബി എന്താണ്? ശരിയാണ്, സി. സം ബേർഡ്സ് ഹാവ് ലോങ് പോയിന്റഡ് ബീക്സ് ആൻഡ് ലോങ് ലെഗ്സ്. അല്ലേ, ചില പക്ഷികൾക്ക് നല്ല കൂർത്ത ബീക്സ് ഉണ്ട്, ചുണ്ടുകളുണ്ട്. അതേപോലെ തന്നെ നല്ല നീളമുള്ള കാലുകളും ഒക്കെ ഉണ്ട് അല്ലേ. അടുത്ത ഡി ആണ്. ബേർഡ്സ് ഫൗണ്ട് ഇൻ വാട്ടറി പ്ലേസസ് ഹാവ് ഓയിലി ഫെതേഴ്സ്. അല്ലേ, വെള്ളമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഇരയൊക്കെ പിടിക്കുന്ന പക്ഷികൾക്ക് എന്തുണ്ട്? ഓയിലി ഫെതേഴ്സ് ആണ് അല്ലേ. നല്ല ഒരു ഓയിലി ആയിട്ടുള്ള തൂവലാണ് ഉണ്ടാവുക. എന്തിനാ അങ്ങനത്തെ ഒരു തൂവല്? നമുക്കറിയാം എന്താണ്, ഈ വെള്ളത്തിൽ അങ്ങോട്ട് ഊളിയിട്ട് മുങ്ങിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, ഇവർ ഇരനെ പിടിക്കുക അല്ലേ. ആ സമയത്ത് ചിറകൊക്കെ ആകെ നനഞ്ഞു ഒട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ അവർക്ക് പറക്കാൻ കഴിയുമോ? ശരിക്കും ഇല്ല അല്ലേ. അപ്പം എന്താണ്, വെള്ളം നനഞ്ഞാലും അവരെ ചിറക് എന്ത് ചെയ്യൂല, വെള്ളം വലിച്ചെടുക്കാത്ത രീതിയിലുള്ള ഓയിലി ഫെതറുള്ള
തൂവലാണ് അവർക്കുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യും, വെള്ളം വേഗം തെറിച്ച് പോകും. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ പറക്കാനൊക്കെ സാധിക്കും അല്ലേ. ഇതിന്റെ ഉത്തരം ഓൾറെഡി നമുക്കറിയാം, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഓൾ ബേർഡ്സ് ഹാവ് സെയിം ബോഡി സ്ട്രക്ചർ ആണോ? ഒരിക്കലും അല്ല അല്ലേ. പക്ഷേ ഇപ്പോൾ കാക്കയുടെ അതേ രൂപമാണോ പരുന്തിനുള്ളത്? അല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട് അല്ലേ. അതേപോലെയാണോ നമ്മളെ ഇപ്പോൾ ഒരു ചെറിയ പക്ഷി നോക്കുകയാണ്, ഇപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ പക്ഷി ഏതാണ്? അല്ല, ബി ഹമ്മിങ് ബേർഡ് ആണല്ലേ. ഇപ്പോൾ ബി ഹമ്മിങ് ബേർഡ് അങ്ങനെയാണ്? അല്ല, എല്ലാത്തിനും എന്തുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്ത് മനസ്സിലായി? വലിയ പ്രയാസമൊന്നുമില്ല. നമ്മളെ പാഠത്തിത്തെ 1, 2, 3 പാഠങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇനിയും മനസ്സിലാവാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രണ്ടാമത് ഒന്നും കൂടി കാണുകയും സ്വന്തമായിട്ട് ഉത്തരം എഴുതാനൊക്കെ ശ്രമിക്കാം. മാഷി പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യുക, സ്വന്തം വീഡിയോ ഒക്കെ പോസ് ചെയ്തിട്ട് മാഷി പറഞ്ഞൊന്നും കേൾക്കണ്ടെന്നൊക്കെ കരുതിയിട്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മളെ ചാനലൊക്കെ എന്ത് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊന്നും മറക്കരുത്. ഓക്കെ, നമ്മളെ ഗ്രൂപ്പ് ചാനലിൽ എന്തുണ്ട്, ഒരുപാട് വീഡിയോസ് നമ്മൾ ക്വിസുമായി ബന്ധപ്പെട്ട് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. എല്ലാം എന്ത് ചെയ്യുക, ചെക്കൗട്ട് ചെയ്യുക. പ്രത്യേകിച്ച് LSS പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം LSSന് എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പുള്ള ചോദ്യങ്ങളാണ് വരിക അല്ലേ. അപ്പോൾ ഓരോ പാഠത്തു നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിശദമായിട്ട് നമ്മളെ ചാനലിൽ പറയുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, അത് പോയി കാണുക, നന്നായിട്ട് പഠിച്ച് ജയിച്ച് ഉഷാറായിട്ട് അടിച്ച് പൊളിക്കുക. ഓക്കെ, താങ്ക് യു.